വെൽക്കം ടു ട്രൈ ഗ്രൂപ്പ്. നമുക്ക് വരുന്ന ആഴ്ചയിലെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് കഴിഞ്ഞ മാസം വലിയൊരു വീഴ്ച തന്നിട്ടുണ്ടായിരുന്നു. ആ വീഴ്ച വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഒരു FEG ആണ്. മന്ത്ലി FEGയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. മാർക്കറ്റ് ഒരു പക്ഷേ മുകളിലോട്ട് പോയി കഴിഞ്ഞ ഈ ഒരു ലെവലിന്റെ മുകളിൽ, അതായത് കഴിഞ്ഞ മന്ത് വീണ ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ് ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിന് താഴെയുള്ള റെസിസ്റ്റൻസ് ഏരിയാസിൽ വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം. അപ്പോൾ എനിവേ നമുക്ക് ഈ ഒരു മന്ത് നോക്കുന്ന സമയത്ത് ഒരു ബുള്ളിഷിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ബുള്ളിഷ് എന്ന് പറയുന്നത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരെ എത്താനുള്ള സാധ്യതയാണെന്ന് കാണുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തൊട്ടടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റൻസ് ഏരിയയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചും ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. കാരണം വീക്കിലിയിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 61.568. അതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 63.930 ആണ്. അപ്പൊ അത് രണ്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്ത് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഈ ഒരു കാൻഡിൽ ഹൈനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. അത് നടക്കുമോന്ന് അറിയില്ല. ഇനിയും പക്ഷേ ദിവസങ്ങളുണ്ട്. എനിവേ അത് നമുക്ക് വരുന്ന ആഴ്ചകളിൽ നോക്കാം. ഈ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റിന്റെ സാധ്യമായ കാര്യങ്ങളൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഒരു വീക്കിലി ചാർട്ടിലാണ് പോകുന്നത്. വീക്കിലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിനെ ഒരിക്കൽ കൂടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 65.80, അതുപോലെ 62.037 ആണ്. അതുപോലെ തന്നെ താഴെ കണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയുടെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. 56.927, അതുപോലെ തന്നെ 53.503. ഇതാണ് പ്രൈസ് റേഞ്ച് വരുന്നത്, വീക്കിലിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത കാൻഡിൽ ഹൈയുടെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് 72.167 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലിയിലുള്ളത്. പ്രൈസ് റേഞ്ചും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൺ ഡേയിലേക്ക് പോവാം. വൺ ഡേയിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെയും വന്ന് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഴ്ചയിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു FEGയിലാണ്. ആ ഒരു FEGയെ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം ചെറിയൊരു റിയാക്ഷൻ താഴോട്ടേക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു FEGയുടെ പ്രൈസ് റേഞ്ചും ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. 61.322, അതുപോലെ 60.196 ആണ് കാണുന്നത്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു FEG ഉണ്ട്. അതും ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. ആ ഒരു FEGയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 66.738, അതുപോലെ 70.227 ആണ്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ദൂരെയാണ്, പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല ഈ ആഴ്ച ഇവിടേക്ക് എത്താതിരിക്കാം. എന്നിരുന്നാലും നമുക്ക് അവിടെ ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേയിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി 4 അവറിൽ പോയിട്ട് ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 4 അവറിലേക്ക് വന്ന് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് FEG എടുത്തിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ വന്നിട്ട് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. 4 അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വൺ ഡേയിൽ വരച്ച ഒരു ലെവലിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ വൺ ഡേയിൽ വരച്ച ഈ ലെവൽ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പകരം 4 അവറിന്റെ ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കാനാണ്. 4 അവറിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെവല് ഈ ഒരു ലെവലാണ്. ഈ ലെവൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മൾട്ടിപ്പിൾ ടച്ച്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ടച്ച് വന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നതാണ്. അപ്പൊ ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് റേഞ്ചും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 64.659, അതുപോലെ തന്നെ 62.500 ആണ് ഈ റേഞ്ച് വരുന്നത്. റെസിസ്റ്റൻസ് ആണ് ആ ലെവല്.
ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 4 ഹവറിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു റേഞ്ച് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു റേഞ്ച് ഉണ്ട്. ഈ റേഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയതാണ്. ഇതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 59.752 അതുപോലെ 58.914 ആണ്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതിനു മുന്നേ ഈ ഒരു ലെവല്, അതായത് ഈ ഇപ്പൊ വരച്ചിരിക്കുന്ന FEGയുടെ ബോർഡറിൽ എത്താൻ സാധ്യതയുണ്ട്, ഇവിടെ എത്താൻ സാധ്യതയുണ്ട്, ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അതെങ്ങനെ എത്തും എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു FEGയിലാണ്. FEGയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. കയറി പോയിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാണ്. അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കുള്ള ഒരു പാറ്റേൺ തരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലാണ്, സെക്കൻഡ് ടാർഗറ്റ് ഈ ലെവലാണ്, തേർഡ് ടാർഗറ്റ് ഈ ലെവലാണ്, ഫോർത്ത് ടാർഗറ്റ് ഈ ലെവലാണ്. അത് ഓരോരോ ടാർഗറ്റുകളാണ് വരുന്നത്. ഈ ഫോർത്ത് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ അതിന്റെ ഉള്ളിൽ ഒരു FEGയും കൂടി ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു FEG നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ റെസിസ്റ്റൻസ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അവിടെ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊരു കാര്യം, മുകളിലോട്ട് മാർക്കറ്റ് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, എക്സ്പെഷ്യലി നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കൺഫർമേഷൻ ഈ ലെവലിൽ നിന്നിട്ട് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് നന്നായി താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ പോലും വന്നൊരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് മന്ത്ലിയുടെ ഒരു FEGയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് പോയി ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് വരാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്പെഷ്യലി ഈ ഒരു ലെവലായിരിക്കും കൂടുതൽ വരാനുള്ള സാധ്യത കാണുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് എന്ന് പറയുന്ന ഒരിക്കൽ കൂടി ഈ ലെവലിലേക്ക് എത്താം, പിന്നെ ഇതിന്റെ ബോർഡറിലേക്ക് വരാം, പിന്നെ ഇവിടേക്ക് വരാം, ഈ ഒരു ലോയിലേക്ക് വരാം, പിന്നെ ഇവിടേക്ക് വീണ്ടും വരാം. പിന്നെ വരാനുള്ളത് സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് എടുത്ത ലെവലിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇത് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിലേക്കും മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ലെവലൊക്കെ ഓൾറെഡി നമ്മൾ ഓരോ ടൈം ഫ്രെയിമിൽ വരച്ചു വെച്ചിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഇല്ലാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഒന്ന് വരച്ചു വെക്കുക. അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു FEGയിൽ നിന്ന് സപ്പോർട്ട് എടുത്താണ്, മന്ത്ലി FEGയിൽ നിന്ന് സപ്പോർട്ട് എടുത്താണ്. ഇതും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മന്ത്ലിയുടെ അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ അത് പോയിട്ട് അവിടെ ഒരു FEG ഉണ്ട്, ആ ഒരു FEG മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അവിടേക്കും വീണ്ടും മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും അത് നോക്കിയും കണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ലെവലുകൾ പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. മാത്രമല്ല, ഒരു വൺ ഡയറക്ഷനിലുള്ള തോട്ടിലായിരിക്കരുത് ട്രേഡ് എടുക്കേണ്ടത്. മിക്കവാറും ചില ഏരിയാസിൽ വരുന്ന സമയത്ത് വലിയ പുൾ ബാക്കുകൾ കിട്ടാം, അല്ലെങ്കിൽ ചെറിയ റിജക്ഷൻസ് കിട്ടാം. ആ ഏരിയയിലൊക്കെ വന്നിട്ട് ചെറിയ രീതിയിലുള്ള ടൈം ഫ്രെയിം, അതായത് ചെറിയ ടൈം ഫ്രെയിമിൽ വന്നതിന് ശേഷം കൺഫർമേഷൻ എടുത്തിട്ട് ബൈ ഓർ സെല്ല് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ കൺഫർമേഷനോട് കൂടി മാത്രം ചെയ്യുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.